പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എല്ലാ ഹാർവസ്റ്റ് TV പ്രേക്ഷകർക്കും വീണ്ടും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന വെൽ വിഷർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നേരെ തിരുവചനത്തിലോട്ട് കയറുകയാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളിപ്പോൾ തന്നെ ഇന്ന് ഞങ്ങളുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത പ്രിയപ്പെട്ട ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ അസാധാരണമായ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ മുതൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറിയുടെ ആഴമേറിയ തട്ടുകളിലേക്ക് കയറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ അവരെ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും അവരുടെ മേൽ ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് വിടുവിക്കുന്നതിനായി സ്തോത്രം. തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗ്ലോറി ഫെസ്റ്റ് എന്ന ഇന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് റിവൈവലിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഒരു ഉണർവ് വരാനായിട്ട് പോകുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു എന്നറിയത്തില്ല. പണ്ട് കാലങ്ങളിൽ ചില 100 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഉണർവാണ്, ഒരു പെന്റിക്കോസ്റ്റൽ ഉണർവാണ് ഇന്ന് നമ്മളെല്ലാവരും ഇത്രയും ആഴത്തിൽ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയാക്കി തീർത്തത്. ഹല്ലേലൂയ. ഓരോ ഉണർവിലും ഓരോ അപ്ഡേറ്റുകൾ സംഭവിക്കാറുണ്ട്. നമ്മൾ ദൈവത്തെ അധികം ആഴങ്ങളിൽ അറിയുവാനായിട്ട് ഇടയായി തീരാറുണ്ട്. ദൈവത്തിൻ്റെ ആഴമേറിയ പ്രവർത്തികൾ നമ്മൾ കാണുവാനായിട്ട് ഇടയായി തീരാറുണ്ട്. ദൈവത്തിൻ്റെ ആഴമേറിയ ചലനങ്ങൾ നമ്മൾ കാണുവാനായിട്ട് ഇടയായി തീരാറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇന്ന് ഈ സായനത്തിൽ എന്നെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ ഒരു ഉണർവിനായിട്ട് ആഗ്രഹിക്കണം. ഹല്ലേലൂയ. ഞാൻ ജഡ്ജസിൻ്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ നമുക്ക് ഗിദെയോനോടുള്ള ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഒരു ഇടപെടൽ നമുക്കവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും. ഗിദെയോനോടുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ. ഹല്ലേലൂയ. ഗിദെയോനോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുകയാണ്, മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് നീ എഴുന്നേറ്റ് എൻ്റെ പ്രിയപ്പെട്ട ജനത്തെ രക്ഷിക്കണം. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് കാണാം, 7 years he gave them into the hands of Midian. അപ്പോൾ 7 വർഷം ദൈവപ്രവർത്തികളില്ലാത്ത 7 വർഷങ്ങൾ. ഹല്ലേലൂയ. ദൈവപ്രവർത്തികൾ അടഞ്ഞുപോയ 7 വർഷങ്ങൾ, മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട 7 വർഷങ്ങൾ, 7 സംവത്സരങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവം വന്ന് ഗിദെയോനോട് ഇടപെടുകയാണ്, മോനെ, ഒരു പുതിയ സീസൺ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു പുതിയ സീസൺ എഴുന്നേൽക്കാനായിട്ട് പോവുകയാണ്. ഒരു പുതിയ ഉണർവ് വരാൻ പോവുകയാണ്. നിന്റെ ദേശം ഉണരുവാനായിട്ട് പോവുകയാണ്. നിന്റെ ജനങ്ങൾ വിടുവിക്കപ്പെടാനായിട്ട് പോവുകയാണ്. അവർ വീണ്ടും ദൈവപ്രവൃത്തികൾ കാണാനായിട്ട് പോവുകയാണ് എന്നൊക്കെ ദൈവം വന്ന് ഗിദെയോനോട് ഇടപെടുന്ന ഒരു ഇടപെടൽ. ഹല്ലേലൂയ. പക്ഷേ ചില നാളുകളായിട്ട്, ചില വർഷങ്ങളായിട്ട് ഒരേ പാറ്റേൺ ഓഫ് തകർച്ചകൾ ഇങ്ങനെ തുടരുന്നത് കൊണ്ട് ഗിദെയോൻ അത് ആദ്യം വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞ ചില വർഷങ്ങളിൽ ആത്മലോകം കണ്ടത് മാറി മറിയാൻ പോകുന്നു. പുതിയൊരു ഉണർവിൻ്റെ സീസൺ എഴുന്നേക്കാൻ പോകുന്നു. കഴിഞ്ഞ ചില നാളുകൾ, വർഷങ്ങൾ ഹല്ലേലൂയ, 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉണർവ് നടന്നു. എന്നാൽ അതിങ്ങനെ ഡിപ്ലീറ്റായി ഇന്ന് എല്ലാ സഭകളിലും അടിയാണ്. ഇന്ന് എല്ലാ പെന്റിക്കോസ്റ്റൽ ചർച്ചുകളിലും വഴക്കാണ്. ദൈവപ്രവർത്തികൾ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സീസണിലോട്ട് നമ്മൾ വന്നുവെങ്കിൽ അടുത്തതോർത്തോ, ഹല്ലേലൂയ, അടുത്തതൊരു ഉണർവ് പിന്നെയും എഴുന്നേൽക്കാനായിട്ട് പോവുകയാണ്. ഇന്ത്യയിലെമ്പാടും ശക്തന്മാരായ ദൈവദാസന്മാർ ഇന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉണർവാണ്. ആ ഉണർവിൻ്റെ സീസൺ തുറക്കുമ്പോൾ നമ്മൾ അതിനെ വിശ്വസിക്കണം. ഇവിടെ ഗിദെയോൻ 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, പാർഡൺ മീ മൈ ലോർഡ്. ഗിഡിയൻ റിപ്ലൈഡ്, ബട്ട് ഇഫ് ദ ലോർഡ് ഈസ് വിത്ത് us, why has all this happened to us? Where are all his wonders that our ancestors told us about when they said, did not the Lord bring us out of Egypt? But now the Lord has abandoned us and given us into the hand of Midian. ഇപ്പോൾ ഗിദെയോൻ തിരിച്ച് ചോദിക്കുകയാണ്, ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ നടുവിൽ നടക്കേണ്ട ദൈവപ്രവർത്തികൾ എവിടെ? ഹല്ലേലൂയ. നമ്മൾ മിദ്യാന്യരുടെ ഒരു സീസണിൽ നമ്മുടെ മൈൻഡ് സ്റ്റക്കായി കിടന്നാൽ നമ്മളും ഈ ചോദ്യങ്ങൾ ചോദിച്ച് ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്ത ഉണർവിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഗിദെയോനെ പോലെ ഈ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഇത്രയും നാൾ ദൈവപ്രവർത്തികൾ തടയപ്പെട്ടത് അത് നമ്മുടെ മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് ഒരു വ്യക്തി എഴുന്നേൽക്കുമെങ്കിൽ ഒരു പുതിയ സീസൺ നമുക്ക് വേണ്ടി തുറക്കും.
ഇന്ന് ഒരു വ്യക്തി ശക്തിയോടെ എഴുന്നേൽക്കുമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുമെങ്കിൽ, പൂർണ്ണമായി ആമേൻ ആത്മനിറവിനായി എഴുന്നേൽക്കുമെങ്കിൽ, പൂർണ്ണമായി ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം എഴുന്നേൽക്കുമെങ്കിൽ, ഹല്ലേലൂയ, പുതിയ ഒരു സീസൺ എഴുന്നേൽക്കാനായിട്ട് പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. പഴയ സീസൺ ആമേൻ ഹല്ലേലൂയ മാറിപ്പോകും. മിദ്യാനിയരുടെ കയ്യിൽ ഒപ്രസ്ഡ് ആകുന്ന ആമേൻ ഹല്ലേലൂയ, എല്ലാ ദിവസവും അടിയും വഴക്കും ഹല്ലേലൂയ പിശാചിനാൽ ഒപ്രസ്ഡ് ആകുന്ന ഒരു സീസൺ മാറിപ്പോയിട്ട് ഒരു പുതിയ ഉണർവിൻ്റെ സീസൺ എഴുന്നേൽക്കാൻ പോവുകയാണ്. ബൈബിൾ പറയുന്നു ആമേൻ, എൻ്റെ ദൈവം പുതിയതൊന്ന് ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് ഞാൻ ആത്മലോകത്തോട് വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ പുതിയ ഉണർവിൻ്റെ സീസൺ എഴുന്നേൽക്കാൻ പോവുകയാണ്. പക്ഷേ ആർ യു റെഡി ഫോർ ഇറ്റ്? ഹല്ലേലൂയ. നിങ്ങളുടെ മൈൻഡ് പഴയതിൽ സ്റ്റക്കായി കിടക്കരുത്. ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. പണ്ടുള്ളവയെ നീ നിരൂപിക്കേണ്ട, പണ്ടുള്ളവയെ നീ ഓർക്കേണ്ട. ഇതാ ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. പുതിയതൊന്ന് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പുതിയ പാറ്റേണുകളിലേക്ക് കയറുവാൻ ഒരു ആത്മമനുഷ്യനെ ദൈവം അന്വേഷിക്കുകയാണ്. ദൈവത്തിൻ്റെ പുതിയ പാറ്റേണുകളിലോട്ട് എൻ്റർ ചെയ്യുവാൻ ഒരു ആത്മമനുഷ്യനെ ദൈവം അന്വേഷിക്കുകയാണ്. ആ ആത്മമനുഷ്യനായിട്ട് നിനക്ക് മാറാമോ? എക്സിസ്റ്റിംഗ് സിസ്റ്റങ്ങളെ തകർത്തുകൊണ്ടൊരു പുതിയ ഉണർവ്, പുതിയൊരു സിസ്റ്റമാണ് ശിഷ്യന്മാർ തുടങ്ങി വെച്ചത്, പൗലോസ് തുടങ്ങി വെച്ചത്. അതുപോലെ പുതിയൊരു സിസ്റ്റത്തിനു വേണ്ടി എഴുന്നേൽക്കുവാൻ, പുതിയൊരു ആത്മ ഉണർവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ നിനക്ക് തയ്യാറാകാമോ? ഹല്ലേലൂയ. പുതിയൊരു സിസ്റ്റത്തിലോട്ട് കയറുമ്പോൾ നീ ഒരു ഒറ്റപ്പെട്ടവനായി നിൽക്കേണ്ടതായി വരാം. ഹല്ലേലൂയ. കൂടെ ആരും കാണണമെന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ. ആമേൻ. കൂടെ നിൽക്കുവാൻ ആരും കാണണമെന്ന് നിർബന്ധമില്ല. കാരണം നീ പുതിയൊരു സീസണിൻ്റെ നേതാവാണെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ കൂടെ ആരും കാണത്തില്ല. എക്സിസ്റ്റിംഗ് സിസ്റ്റങ്ങൾ മുഴുവൻ നിന്നെ ഓപ്രസ് ചെയ്തേക്കാം. ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റങ്ങൾ മുഴുവൻ നിന്നെ ഓപ്രസ് ചെയ്തേക്കാം. ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന സ്പിരിച്വൽ സിസ്റ്റങ്ങൾ മുഴുവൻ നിന്നെ ഓപ്രസ് ചെയ്തേക്കാം. എങ്കിലും നീ ധൈര്യത്തോടെ മുന്നേറുമെങ്കിൽ ഒരു ഉണർവ് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഒരു ഉണർവ് കാണുവാൻ ഞങ്ങൾ പോകുകയാണ്? ഇരമ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിച്ചാൽ, ഹല്ലേലൂയ, അതിൻ്റെ 1-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ടുഡേ ഐ ഹാവ് മെയ്ഡ് യു ഫോർട്ടിഫൈഡ് സിറ്റി ആൻ അയൺ പില്ലർ ആൻഡ് എ ബ്രോൺസ് വാൾ ടു സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് എ ഹോൾ ലാൻഡ്, അഗെയിൻസ്റ്റ് ദ കിങ്സ് ഓഫ് ജൂഡ, ഒഫീഷ്യൽസ്, ഇറ്റ്സ് പ്രീസ്റ്റ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ ലാൻഡ്. They will fight against you but will not overcome you, for I am with you and will rescue you. ഇവിടെ ഇരമ്യാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ഇരമ്യാവിനോട് ദൈവം പറയുകയാണ്, അവർ നിനക്കെതിരെ നിൽക്കും. നീ തുടങ്ങാൻ പോകുന്ന പുതിയൊരു പ്രൊഫറ്റിക് സീസൺ എതിരെ ആമേൻ അവർ നിൽക്കും. ആര് നിൽക്കും എന്നതാണ് ഇവിടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, യഹൂദയുടെ രാജാക്കന്മാർ നിൽക്കും. ഹല്ലേലൂയ. രണ്ടാമത്, യഹൂദയിലെ ആമേൻ പുരോഹിതന്മാർ നിൽക്കും. ഹല്ലേലൂയ. അവരുടെ ഒഫീഷ്യലുകൾ നിൽക്കും. ഹല്ലേലൂയ. ജാതികളായ രാജാക്കന്മാർ നിൽക്കുമെന്നല്ല പറഞ്ഞ്, ജാതികളായ ബാലിൻ്റെ പ്രവാചകന്മാരെതിരെ നിൽക്കുമെന്നല്ല ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തെ ഉണർവിൻ്റെ ശത്രു കിടക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ തന്നെയാണ്. അതിന്ന് ആദ്യം മനസ്സിലാക്കിക്കോണം. നമ്മുടെ ഇടയിൽ തന്നെയാണ് ആമേൻ അടുത്ത ഉണർവിൻ്റെ ആമേൻ ഏറ്റവും വലിയ പോരാട്ടം ഇരിക്കുന്നത്. ആമേൻ നമ്മുടെ ഇടയിൽ തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യഹൂദയിലെ, ഇസ്രായേലിലെ പുരോഹിതന്മാർ നിനക്കെതിരെ നിൽക്കും. യഹൂദയുടെ രാജാക്കന്മാർ, ആമേൻ, ജാതികളുടെ രാജാക്കന്മാരല്ല, നിന്റെ രാജാക്കന്മാർ, ഞാൻ അപ്പോയിന്റ് ചെയ്ത രാജാക്കന്മാർ തന്നെ നിനക്കെതിരായി നിൽക്കും. കാരണം അവരിപ്പോൾ ഉണർവിനെതിരാണ്. അവരിപ്പോൾ വേറൊരു സീസണിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് ഈ സീസണെ തടയാൻ നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങളൊരു ഉണർവിലേക്ക് ആമേൻ കയറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി നിങ്ങളുടെ കൂടെയുള്ളവരുടെ തടസ്സങ്ങളെ മറികടക്കുവാനായിട്ട് നിങ്ങൾക്ക് ആമേൻ ബലമുണ്ടായിരിക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഉണർവിൻ്റെ സീസൺ ആരംഭിക്കണമെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആകണം. ഹല്ലേലൂയ. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ദൈവം നിങ്ങളെ ആമേൻ ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇരമ്യാവിൻ്റെ പുസ്തകം ഉടനീളം പഠിച്ചാൽ ഇരമ്യാവിനോട് ദൈവം പറയുന്നത് ഇതാണ്. ഹല്ലേലൂയ. അതിന് ഇരമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇരമ്യാവിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം
അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. Therefore this is what the Lord says, if you repent I will restore you, that you may serve me. If you utter worthy and not worthless words, you will be my spokesman. Let this people turn to you, but you must not turn to them. യഹൂദയിലെയും ഇസ്രായേലിലെയും ജനങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അവർ നിന്നിലോട്ട് തിരിയട്ടെ, നീ അവരിലേക്ക് തിരിയരുത്. ഹല്ലേലൂയ. അവർ നിന്നിലേക്ക് തിരിയട്ടെ, നീ അവരിലേക്ക് തിരിയരുത്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. അടുത്ത ഒരു ഉണർവ് വെളിപ്പെടണമെങ്കിൽ ഒരു അഭിഷിക്തൻ ഒറ്റ മനുഷ്യനെ പോലെ എഴുന്നേറ്റ് നിൽക്കണം. നിന്റെ കൂടെ നിന്റെ കൂട്ടത്തിലുള്ളവർ പോലും കാണുകയില്ല എന്നുള്ള ബോധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കണം. ഹല്ലേലൂയ. നിന്റെ കൂട്ടത്തിലുള്ളവർ നിനക്കെതിരെ സംസാരിക്കുമ്പോൾ, അടുത്ത ഉണർവിനെതിരെ സംസാരിക്കുമ്പോൾ, അടുത്ത ദൈവത്തിൻ്റെ പ്രവൃത്തിക്കെതിരെ സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ അറിയാതെ അവരുടെ വഴിക്കോട്ട് തിരിയുകയല്ല, അവർ നമ്മുടെ വഴിക്ക് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലെറ്റ് ദിസ് പീപ്പിൾ ടേൺ ടു യു, but you must not turn to them. ആമേൻ. ഈ ജനം, നിന്റെ ജനം നിന്നിലോട്ട് തിരിയട്ടെ, നീ അവരിലോട്ട് തിരിയരുത് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ വൺ മാൻ ബാറ്റിൽ. പലപ്പോഴും ഉണർവ് വെളിപ്പെട്ട സ്ഥലങ്ങൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഒരു മനുഷ്യൻ ശക്തിയോടെ എഴുന്നേറ്റതാണ് ഉണർവിന് കാരണമായി തീർന്നിരിക്കുന്നത്. ആമേൻ. ഒരു മനുഷ്യൻ്റെ അകത്ത് ദൈവം ഇട്ട വലിയൊരു തീയാണ് ഒരു ഉണർവിന് കാരണമായി തീരുന്നത്. ആമേൻ. ഒരു കൂട്ടം ജനത ഒരു സ്പിരിച്വൽ റലത്തിൽ സ്റ്റക്കായിട്ട് ആമേൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു കൂട്ടം ജനത ഒരു സ്പിരിച്വൽ റലത്തിൽ സ്റ്റക്കായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരുത്തനെ മുന്നോട്ടേക്ക് വിളിക്കും. ഹല്ലേലൂയ. ദൈവം ഒരു വ്യക്തിയെ മുന്നോട്ടേക്ക് വിളിച്ചിട്ട് പറയും, നീ ഒറ്റ മനുഷ്യനെ പോലെ എനിക്ക് വേണ്ടി നിൽക്കാമോ? ഗിദെയോനോടും ദൈവം അത് തന്നെയാണ് ചോദിച്ചത്. നീ ഒരു മനുഷ്യനെ പോലെ ഇവരെ നേരിടും. യു വിൽ ഡീൽ വിത്ത് ദിസ് പീപ്പിൾ ആസ് വൺ മാൻ. ഹല്ലേലൂയ. ദൈവം ഇന്ന് അന്വേഷിക്കുന്നത് ആ ഒരു മനുഷ്യനെയാണ്. ചിലർ ചോദിക്കുന്നുണ്ട്, ബ്രദറെ ഞാൻ ഒറ്റയ്ക്ക് കയറി നിന്നാൽ എന്തെങ്കിലും നടക്കുമോ? യെസ്. പലപ്പോഴും ദൈവം ഉണർവിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തിയിലേക്ക് സർവരെയും തിരിക്കുവാനായിട്ട് ഹല്ലേലൂയ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിനക്ക് ഭൂരിപക്ഷത്തോട് യോജിക്കാതെ നിനക്കൊരു ന്യൂനപക്ഷമായി എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ നീയാണ് അടുത്ത ഉണർവിൻ്റെ വക്താവ്. നിനക്കൊരു ഭൂരിപക്ഷത്തോടു കൂടെ നിൽക്കാതെ നിനക്കൊരു ന്യൂനപക്ഷമായി ഒറ്റയ്ക്ക് കയറി നിൽക്കാമെങ്കിൽ നീയാണ് അടുത്ത ഉണർവിൻ്റെ വക്താവ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് അടുത്ത ഒരു ഉണർവ് വെളിപ്പെടാൻ പോവുകയാണ്? വെയിൽസിൽ ഒരു ഉണർവ് നടന്നു, അസൂസ സ്ട്രീറ്റിൽ ഒരു ഉണർവ് നടന്നു. അതുപോലെ അതിൻ്റെ തീയുടെ പകർച്ചയിലാണ് നമ്മൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പോരാ, അടുത്ത ഒരു ഫയർ കത്തണം. ഹല്ലേലൂയ. അടുത്ത ഒരു ഉണർവ് വെളിപ്പെടാൻ പോകുന്നു. അത് വിശ്വാസത്തിൻ്റെ തലത്തിലൊരു ഉണർവല്ല, അത് അഭിഷേകത്തിൻ്റെ തലത്തിലെ ഒരു ഉണർവല്ല. അടുത്ത ഉണർവ് വെളിപ്പെടാൻ പോകുന്നത് മഹത്വത്തിൻ്റെ തലത്തിലുള്ള ഒരു ഉണർവാണ്. അതിനുവേണ്ടി വില കൊടുക്കുവാൻ ചില അഭിഷിക്തന്മാരെ ദൈവത്തിൻ്റെ ആത്മാവ് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി വില കൊടുക്കുവാൻ ചില അഭിഷിക്തന്മാരെ ദൈവത്തിൻ്റെ ആത്മാവ് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഉണർവ് കാണണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ വീട്ടിലെ വിഷയങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നമ്മളൊന്ന് മാറ്റിവെച്ചിട്ട് നമ്മൾ രാജ്യത്തിനായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അടുത്ത ഉണർവിൽ നീ എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കണം. നെഹമ്യാവിൻ്റെ പ്രാർത്ഥന പോലെ നമ്മുടെ പ്രാർത്ഥനയായി മാറുമെങ്കിൽ അടുത്തൊരു ഉണർവ് ആ വ്യക്തിയിലൂടെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. അടുത്തൊരു ഉണർവ് ആ വ്യക്തിയിലൂടെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിലോട്ടൊക്കെ നമുക്ക് വരുമ്പോൾ ഹല്ലേലൂയ നെഹമ്യാവ് കരയുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നെഹമ്യാവിന് ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല. താൻ രാജാവിൻ്റെ പാനപാത്രവാഹകനാണ്, തനിക്ക് രാജകൊട്ടാരമുണ്ട്, തനിക്ക് യാതൊരുവിധ കുറവുകളുമില്ല, തനിക്ക് കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട യാതൊരു കാര്യവുമില്ല, തൻ്റെ വിഷയങ്ങൾ ഓർത്ത് കരയേണ്ട കാര്യവുമില്ല. എന്നാൽ നെഹമ്യാവ് ഇവിടെ ദുഃഖിച്ചു. എപ്പോഴാണ്?
എപ്പോഴാണ് ദുഃഖിച്ചത്? എപ്പോഴാണ് ദുഃഖിച്ചത്? മൂന്നാം വാക്യം, 1-ാം അധ്യായം 3-ാം വാക്യം, 1-ാം അധ്യായം 3-ാം വാക്യം. They said to me, those who survived the exile are back in the province and are in great trouble and disgrace. The wall of Jerusalem is broken down and its gates have been burned with fire. Amen, 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 amen. നെഹമ്യാവ് ഒരു വാർത്ത കേൾക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, എക്സൈലിൽ നിന്ന്, പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ജനം ഇപ്പോഴും വലിയ, ആമേൻ, ഹല്ലേലൂയ, തകർച്ചയിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ, എൻ്റെ ജനം വലിയ നാണക്കേടിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും യെരൂശലേമിൻ്റെ മതിലുകൾ, ആമേൻ, വീണ് കിടക്കുകയാണ്. ഹല്ലേലൂയ എന്ന വാർത്ത താൻ കേൾക്കുന്നു. 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, why does your face look so sad when you are not ill? അവിടെ എഴുതിയിരിക്കുക, രാജാവ് ചോദിക്കുക, നീ യാതൊരു കുഴപ്പവും ഇല്ലാതിരിക്കെ, നിനക്ക് യാതൊരു രോഗവും ഇല്ലാതിരിക്കെ നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? why does your face look so sad when you are not ill? ആമേൻ. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എന്തുവാ? നമ്മൾ ഇല്ലാകുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് നോക്കിയേ, അവന് യാതൊരു ദുഃഖവും ഇല്ലാതിരിക്കെ അവന് ജനത്തിൻ്റെ ദുഃഖം അവൻ്റെ ദുഃഖമായി മാറിയ മിനിറ്റുകളാണ് ഉണർവിൻ്റെ മിനിറ്റുകളായി ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ ദുഃഖം. ആമേൻ, എൻ്റെ ജനത്തിൻ്റെ ദുഃഖം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ദുഃഖം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദുഃഖം. ദൈവത്തിൻ്റെ ദുഃഖം ഒരു മനുഷ്യൻ്റെ ദുഃഖമാകുന്ന മിനിറ്റിൽ, ആമേൻ, ഉണർവുകൾ ആരംഭിക്കും. നമ്മൾ എപ്പോഴും എന്തോ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എൻ്റെ ദുഃഖം നീ അറിയുന്നില്ലയോ എന്ന പ്രാർത്ഥനയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ചിലരോട് പറയുകയാണ്, ദൈവത്തിന് ദുഃഖമുണ്ട്, ഗോഡ്ലി സോറോ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. അത് പച്ചരി മേടിക്കാത്തതിലോ നിങ്ങൾ പഞ്ചസാര മേടിക്കുന്ന കാര്യത്തിലോ ഒന്നുമല്ല ദൈവത്തിൻ്റെ പ്രധാന ദുഃഖം. ആമേൻ, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഓർത്ത് ദൈവത്തിനൊരു ദുഃഖമുണ്ട്. എവിടെയാണോ ദൈവത്തിൻ്റെ ദുഃഖം, ആമേൻ, ഒരു മനുഷ്യൻ്റെ ദുഃഖമായി മാറുന്നത്, ആ മിനിറ്റിൽ ആ മനുഷ്യൻ ഉണർവിൻ്റെ വക്താവായി മാറും. എവിടെയാണോ ദൈവത്തിൻ്റെ കൺസേണുകൾ എൻ്റെ കൺസേൺ ആയി മാറുന്നത്, ആ മിനിറ്റിലാണ് ഉണർവ് ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് എല്ലാവർക്കും നിന്നങ്ങോട്ട് പ്രവചിക്കാൻ വലിയ ഇഷ്ടമാണ്, വലിയ ശുശ്രൂഷകൾ നിൽക്കാനും വലിയ സ്റ്റേജിൽ നിൽക്കാനും വലിയ ഇഷ്ടമാണ്. പക്ഷെങ്കിൽ ഞാൻ അഭിഷിക്തന്മാരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആമേൻ, ദൈവത്തിൻ്റെ ദുഃഖം നിന്റെ ദുഃഖമായി മാറിയിട്ടില്ലെങ്കിൽ നീ ശുശ്രൂഷ ആരംഭിച്ചിട്ടില്ല. ശുശ്രൂഷയുടെ ആരംഭം, ഉണർവിൻ്റെ ആരംഭം എവിടെയാണെന്ന് ഞാൻ പറയട്ടെ. ദൈവത്തിൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമായി മാറണം. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമായി മാറണം. ഗോഡ്ലി സോറോ മസ്റ്റ് ബിക്കം മൈ സോറോ. നെഹമ്യാവിനോട് രാജാവ് ചോദിക്കുകയാണ്, നിനക്കൊരു രോഗവും ഇല്ലാതിരിക്കും, നിന്റെ മുഖം വാടിയത് എന്തിന്? ഹല്ലേലൂയ. നിന്റെ മുഖം വാടിയത് എന്തിന്? ഉത്തരം ഇതാണ്, എൻ്റെ ജനം, എൻ്റെ അവസ്ഥയല്ല, എൻ്റെ ജനം ഇപ്പോൾ കിടക്കുന്നത് നാശത്തിലാണ്. എൻ്റെ ജനത്തിൻ്റെ മതിലുകൾ, എൻ്റെ ദൈവത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്. ഈ കൺസേണിലോട്ട് ഒരാൾക്ക് കയറി വരാമോ? ഹല്ലേലൂയ. ആ മിനിറ്റിൽ നിങ്ങൾ ഉണർവിൻ്റെ ഭാഗമാകും. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് ഒരിക്കൽ യേശുവിനോട് പറഞ്ഞു, യേശുവേ നീ മരിക്കണ്ട. 16-ാം അധ്യായം മത്തായില്. അപ്പോൾ യേശു തിരിച്ചു പറഞ്ഞു, നിനക്ക് ദൈവത്തിൻ്റെ കൺസേണുകൾ അല്ല നിന്റെ മനസ്സിലുള്ളത്. യു ഡു നോട്ട് ഹാവ് ഇൻ മൈൻഡ് ദ കൺസേൺസ് ഓഫ് ഗോഡ് but merely human concerns. ഇന്ന് മിക്ക മിനിസ്ട്രികളും ശുശ്രൂഷകളും ഹ്യൂമൻ കൺസേണുകൾ ഉപയോഗിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആർക്കെങ്കിലും ആമേൻ ദൈവത്തിൻ്റെ ദുഃഖം തങ്ങളുടെ ദുഃഖമാക്കി മാറ്റുവാൻ സാധിച്ചാൽ ആ മിനിറ്റിൽ ഒരു വലിയ ഉണർവ് ആരംഭിക്കുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആ മിനിറ്റിൽ ഒരു വലിയ ഉണർവ് ആരംഭിക്കുകയാണ്. നെഹമ്യാവ് ആമേൻ ദുഃഖിച്ചു. ഹല്ലേലൂയ. യെരൂശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, എനിക്കത് പോയി പണിയണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയ വഴികൾ തുറക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുമ്പോൾ അതിനെ പണിയുവാൻ ഒരു കൂട്ടരെ ദൈവത്തിൻ്റെ ആത്മാവ് അന്വേഷിക്കുകയാണ്. അതിന് നിങ്ങളുടെ മോട്ടീവ് ശരിയായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ കൺസേണുകൾ ദൈവത്തിൻ്റെ കൺസേൺ ആണെങ്കിലേ ഈ പണിക്കിറങ്ങാവൂ. നിങ്ങളുടെ കൺസേൺ ദൈവത്തിൻ്റെ കൺസേണുകൾ അല്ലെങ്കിൽ ഈ പണിക്കിറങ്ങരുത്. നിങ്ങളുടെ മോട്ടീവുകളിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇരിക്കുന്നത്. നിങ്ങളുടെ മോട്ടീവ് തെറ്റാണെങ്കിൽ ആമേൻ നിന്നെ ഉപയോഗിച്ച് തന്നെ പിശാചിൻ്റെ രാജ്യം വളർത്തും.
ഞാൻ ഈ ബൈബിൾ ഉടനീളം പഠിച്ചപ്പോൾ ഹല്ലേലൂയ, നേതാക്കന്മാരെ ഉപയോഗിച്ചാണ് പിശാച് ഏറ്റവും തൻ്റെ രാജ്യം പണിഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം തെരഞ്ഞെടുത്ത അഭിഷിക്തന്മാരെ ഉപയോഗിച്ചാണ് പിശാച് പണികൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. ആമേൻ. എപ്പോൾ തൊട്ടാണ് പിശാച് അവരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്? അവരുടെ മോട്ടീവും ദൈവത്തിൻ്റെ മോട്ടീവും ഡിസ്അലൈൻമെൻറ്റിൽ വരുന്ന ആ മിനിറ്റ് തൊട്ട് അവർ പിശാചിൻ്റെ രാജ്യം പണിയുന്നവരായി മാറും. പക്ഷേ ഇരിക്കുന്നത് ഏത് കസാറയിലാണ്? ദൈവരാജ്യത്തിൻ്റെ പണിയുടെ കസാറയിൽ ആണ് ഇരിക്കുന്നത്. ആൾക്കാർക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ശൗല് ഇപ്പോഴും ഇരിക്കുന്നത് രാജാവിൻ്റെ കസാറയിലാണ്. ആരാണ് അഭിഷേകം ചെയ്തത്? ദൈവമാണ്. ഇരിക്കുന്നത് ദൈവത്തിൻ്റെ രാജാവായിട്ടാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് പിശാചിൻ്റെ രാജ്യത്തിൻ്റെ പണിയാണ്. അങ്ങനെയുള്ള അനേക ശുശ്രൂഷകർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ഒരു യഥാർത്ഥ ശുശ്രൂഷകനെ ദൈവത്തിൻ്റെ ആത്മാവ് അന്വേഷിക്കുന്നു. അടുത്ത ഉണർവിനായി ഒരു യഥാർത്ഥ വക്താവിനെ ദൈവം ആഗ്രഹിക്കുന്നു. അതിലേറ്റവും വലിയ കാര്യം നിങ്ങളുടെ മോട്ടീവാണ്. നിങ്ങളുടെ മോട്ടീവ് സമ്പത്തായിരിക്കരുത്. നിങ്ങളുടെ മോട്ടീവ് വേറെ ഒന്നുമായിരിക്കരുത്. നിങ്ങളുടെ മോട്ടീവ് നിങ്ങളുടെ മിനിസ്ട്രി പോലും ആയിരിക്കരുത്. നിങ്ങളുടെ മോട്ടീവ് ദൈവരാജ്യം എന്ന വസ്തുതയായിരിക്കണം. ഹല്ലേലൂയ. പലരുടെ മോട്ടീവ് കിടക്കുന്നത് മിനിസ്ട്രി എന്നുള്ളതാണ്. എൻ്റെ മിനിസ്ട്രി, എൻ്റെ ബാനർ, എൻ്റെ ചർച്ച്. അങ്ങനെയുള്ളവരെ ഉപയോഗിച്ച് അടുത്ത ഉണർവ് ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അടുത്ത ഉണർവ് നടക്കാൻ പോകുന്നത് എൻ്റെ മിനിസ്ട്രി പണിയുന്നവരെ കുറിച്ചല്ല, ദൈവരാജ്യം പണിയുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ഉണർവ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ കൺസേണുകൾ നിങ്ങളുടെ കൺസേണുകളായി മാറണം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അസാധാരണമായിട്ട് ഉയർത്തപ്പെടാനും അതുതന്നെയാണ് ഏറ്റവും നല്ല കാര്യം. ഇന്ന് ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ബ്രദറെ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ല, ഞാൻ പറയാം ദൈവത്തിൻ്റെ കൺസേണുകൾ നിങ്ങളുടെ കൺസേണുകൾ ആകുമെങ്കിൽ ദൈവം നിങ്ങളുടെ കൺസേണുകളെ അവൻ്റേതായിട്ട് ഏറ്റെടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞ് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അവൻ്റെ രാജ്യം പണിയാനായി നിന്റെ ഹൃദയമിടിപ്പ് മുഴുവൻ അതായി മാറാമോ? നിന്റെ ഹൃദയമിടിപ്പ് മുഴുവൻ അവൻ്റെ രാജ്യം എന്നുള്ള വസ്തുതയാക്കി മാറ്റാമോ? നിന്റെ ഹൃദയമിടിപ്പ് മുഴുവൻ ദൈവരാജ്യം, 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 കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഗോഡ്. മുൻപേ ഒന്നാമത് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ എന്ന് പറഞ്ഞാൽ പണിയാൻ വേണ്ടി ഇറങ്ങി നിന്നാൽ, ആ രാജ്യത്തിന് വേണ്ടി ഒരു ചെയർ പിടിച്ചിട്ടാൽ, ആ രാജ്യത്തിന് വേണ്ടി ഒരു രൂപ കൊടുത്താൽ, ആ രാജ്യത്തെ പ്രതി നീ ആ രാജ്യ പണിക്ക് വേണ്ടി, ആ അദൃശ്യമാകുന്ന രാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി നീ ഒരു വിരൽ അനക്കിയാൽ ദൈവം നിനക്ക് വേണ്ടി 1000 വിരലുകൾ ചലിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് നിങ്ങളുടെ പല വിഷയത്തിനും കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വിഷയം നിങ്ങളുടെ വിഷയമാകാത്തത് കൊണ്ട് നിങ്ങളുടെ വിഷയം ദൈവം തൻ്റെ വിഷയമാക്കി ഏറ്റെടുത്തിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവല്ല, നിങ്ങളുടെ മോട്ടീവ് തെറ്റാണ്. നിങ്ങളുടെ മോട്ടീവ് തെറ്റാണ്. നിങ്ങളുടെ കൺസേണുകൾ തെറ്റാണ്. നിങ്ങളുടെ ഹൃദയമിടിപ്പ് തെറ്റാണ്. അതിനെ ഒന്ന് ദൈവവുമായിട്ടൊന്ന് അലൈൻമെന്റ് ചെയ്തേ, ആ മിനിറ്റ് തൊട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. ഏതു സൻബല്ലത്തും ഏതു തോബിയാവും എതിരെ നിന്നാലും ഹല്ലേലൂയ ഈ പണിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആമേൻ ഹല്ലേലൂയ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടാകണം. അടുത്തൊരു ഉണർവ് വരാൻ പോകുമ്പോൾ ഹല്ലേലൂയ ജാതീയ ശക്തികളും നമുക്കെതിരെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. ബട്ട് വെൻ Sanballat the Horonite, Tobiah the Ammonite official and Geshem the Arab heard about it, they mocked and ridiculed us. 2:19 ഞാൻ വായിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലുള്ളവരിൽ നിന്നുള്ള എതിർപ്പുകളുടെ നടുവിൽ അടുത്ത ഉണർവിനെ നമ്മൾ പണിഞ്ഞു കയറ്റണം. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഹല്ലേലൂയ സൻബല്ലത്തുമാർ, തോബിയമാർ, ജാതീയ ശക്തികളിൽ നിന്നുള്ള എതിർപ്പുകൾ നിങ്ങൾക്കുണ്ടാകും. അതിൻ്റെ നടുവിൽ നിങ്ങൾ ഉണർവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾ മതിൽ പണിക്ക് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. തടസ്സങ്ങൾ കൊണ്ട് പിന്നോട്ട് പോകുന്നവരെ ദൈവത്തിന് ആവശ്യമില്ല. എന്നാൽ തടസ്സങ്ങളുടെ നടുവിൽ മുന്നേറുന്നവരെ, ദൈവത്തിൻ്റെ കൺസേണുകൾ സ്വന്തം കൺസേണായി ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്നവരെ ദൈവം ഉപയോഗിക്കും. ഹല്ലേലൂയ. ഇന്ന് ചിലർ ദൈവത്തിൻ്റെ രാജ്യ പണിക്കായിട്ട് എഴുന്നേൽക്കാൻ പോവുകയാണ്. ഹാർവസ്റ്റ് ടിവിയിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ ദൈവരാജ്യത്തിൻ്റെ പണിക്കായിട്ട് എഴുന്നേൽക്കാൻ പോവുകയാണ്. തലയിലോട്ട് കൈവച്ച് പറഞ്ഞേ, ഞാൻ ദൈവരാജ്യത്തിൻ്റെ പണിക്കായിട്ട് എഴുന്നേൽക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല.
നമ്മൾ നമ്മുടെ സഭ പണിയാൻ നിൽക്കരുത്, നമ്മൾ നമ്മുടെ മിനിസ്ട്രി പണിയാൻ നിൽക്കരുത്, നമ്മൾ നമ്മുടെ ബാനർ പൊക്കുവാൻ നിൽക്കരുത്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേമസ് ആകാൻ നിൽക്കരുത്, നമ്മുടെ പ്രോഗ്രാം ഫേമസ് ആകാൻ നിൽക്കരുത്. മറിച്ച് ദൈവത്തിൻ്റെ സഭ 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 ദൈവരാജ്യം എന്ന കൺസേണുകളിൽ ഒന്ന് നിന്നു നോക്കിയട്ടെ. ആ കൺസേൺ വരുന്ന മിനിറ്റിൽ ഹല്ലേലൂയ പിന്നെ പാതാള ഗോപുരങ്ങൾക്ക് നിങ്ങളുടെ മേൽ അതോറിറ്റി ഇല്ല. ഇപ്പോഴും പാതാള ഗോപുരത്തിന് നിന്റെ മേലുള്ള പിടി എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ ഹൃദയത്തിൽ ദൈവരാജ്യം വന്നിട്ടില്ല. നിന്റെ ഹൃദയം ഇപ്പോഴും നിന്റെ മിനിസ്ട്രി, നിന്റെ എന്തോ കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പോഴും നീ ദൈവത്തിൻ്റെ അടുക്ക വന്നിരിക്കുന്നത്. അതൊന്ന് മാറ്റി ദൈവത്തിൻ്റെ കൺസേണുകൾ എൻ്റെ കൺസേണുകളാക്കിയാട്ടെ. ആ മിനിറ്റ് തൊട്ട് ദൈവം അസാധാരണമായി നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. അടുത്ത ഉണർവിൽ നീ ഒരു ഭാഗമാകും. മാത്രമല്ല, നിനക്ക് വേണ്ടതെല്ലാം നിന്റെ കാലിൻ മുൻപിൽ വരും. എല്ലാം ജനങ്ങൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചു എന്നതുപോലെ ശരിക്കും ദൈവത്തിൻ്റെ ഹൃദയമിടി പറഞ്ഞ് അവന് വേണ്ടി കയറി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, സർവ്വതും നിങ്ങളുടെ കാലിൻ്റെ കീഴിൽ ദൈവം കൊണ്ടെത്തിക്കാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? എക്സോഡസ് ചാപ്റ്റർ 3:7 കൂടെ ഞാൻ വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3:7. അവിടെ മോശയോട് ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം പറയുകയാണ്. The Lord said, I have indeed seen the misery of my people in Egypt. I have heard them crying out because of their slave drivers and I am concerned about their suffering. Hallelujah. മോശയോട് ദൈവം വന്ന് പറയുകയാണ്, എൻ്റെ ജനത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ഇപ്പോൾ ഭാരപ്പെടുന്നു. ആ ഭാരം മോശയുടെ അകത്തേക്ക് ഇൻസ്റ്റോൾ ആയാൽ അടുത്ത ലീഡർ മോശയാണ്. ആദ്യം മോശയോട് പറഞ്ഞത്, നീ പോയി അത്ഭുതം ചെയ്യുന്നല്ല, വടി താഴെ ഇടുന്നല്ല, ഹല്ലേലൂയ, അടുത്ത അത്ഭുതം ചെയ്യുന്നല്ല. ഇപ്പോൾ എല്ലാ ശുശ്രൂഷകന്മാർക്കും താല്പര്യം അത്ഭുതം ചെയ്യണം, പ്രവചിക്കണം. പക്ഷെങ്കിൽ 3-ാം അധ്യായം 7-ാം വാക്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ 4-ാം അധ്യായത്തിലെ അത്ഭുതങ്ങളും വടി താഴെ ഇടലും കൈ കശത്തിൽ വെക്കുമ്പോൾ അത്ഭുതമാകുന്നതും ഒക്കെ. ആദ്യം ഏറ്റെടുക്കേണ്ടത് ദൈവത്തിൻ്റെ കൺസേൺ എൻ്റെ കൺസേൺ ആകണം. എന്താണ് ദൈവത്തിൻ്റെ കൺസേൺ? എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കണ്ടു, അത് ഞാൻ കേട്ടു. ആ കരച്ചിൽ മോശേ, ഇനി അത് നിന്റെ കരച്ചിലായി മാറണം. ഓ രാമാശാഖാറ്റാസിയ, ആ കരച്ചിൽ എൻ്റെ ഹൃദയത്തിൽ തട്ടിയ വിങ്ങലിനെ ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് പകരുകയാണ്. ആ പകരുന്ന മിനിറ്റിൽ ഒരു ലീഡർ എഴുന്നേൽക്കും. ഞാൻ ചില ശുശ്രൂഷകന്മാരോട് പറയട്ടെ, നിങ്ങൾ ആദ്യം പ്രാപിക്കേണ്ടത് പ്രവചനവരമല്ല. നിങ്ങൾ ആദ്യം പ്രാപിക്കേണ്ടത് ഹല്ലേലൂയ വടി താഴെയിടുമ്പോൾ അത്ഭുതമാകുന്ന വരമല്ല. നിങ്ങൾ ആദ്യം പ്രാപിക്കേണ്ടത് രോഗസൗഖ്യവരമല്ല. നിങ്ങൾ ആദ്യം പ്രാപിക്കേണ്ടത് ഭൂതശാന്തിയല്ല. നിങ്ങൾ ആദ്യം പ്രാപിക്കേണ്ടത് ദൈവത്തിൻ്റെ കൺസേൺ ആണ്. ദൈവത്തിൻ്റെ വിചാരം നിങ്ങളുടെ വിചാരമാകണം. ദൈവത്തിൻ്റെ കരച്ചിൽ നിങ്ങളുടെ കരച്ചിലാകണം. അതിനുവേണ്ടി മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ചെലവഴിച്ചാൽ അടുത്ത ഒരു അഭിഷിക്തൻ എഴുന്നേറ്റാൽ ഹല്ലേലൂയ, അടുത്തൊരു ഉണർവ് എഴുന്നേൽക്കാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് കഴിഞ്ഞ കാലഘട്ടത്തിലെ ആത്മീയ തകർച്ചയിൽ നിന്ന് പുതിയൊരു ആത്മാവിൻ്റെ പണിയിലേക്ക്, പുതിയൊരു ആത്മീയ റലത്തിലേക്ക് കയറ്റിക്കൊണ്ടുവരുവാൻ ദൈവം ഒരു അഭിഷിക്തനെ അന്വേഷിക്കുന്നു. ദൈവം ഒരു മോശയെ അന്വേഷിക്കുന്നു. ദൈവം ഒരു ഗിദയോനെ അന്വേഷിക്കുന്നു. ദൈവം ഒരു നെഹമ്യാവിനെ അന്വേഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ വ്യക്തിയായി നിങ്ങൾക്ക് മാറാമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത റിവൈവലിൽ ഒരു വലിയ ഭാഗമാകുവാൻ ഈ മെസ്സേജ് കേട്ട എല്ലാവരെയും ദൈവം ഉപയോഗിച്ചാട്ടെ. അപ്പോൾ അവിടുത്തെ രാജ്യം ഞങ്ങളുടെ കൺസേൺ ആകട്ടെ. അവിടുത്തെ രാജ്യം പണിയുവാനായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുവാനായിട്ട് ഈ പ്രിയ ജനത്തെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കുന്ന വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു, ഇവരെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൺസേൺ ഇവരുടെ കൺസേൺ ആകുമ്പോൾ ആ കർത്താവ് ഇവരുടെ കൺസേണുകൾ നീ ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം. തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ എല്ലാ മെസ്സേജുകളും കിട്ടും. ഞങ്ങളെ നിങ്ങൾക്ക് വിളിക്കാൻ നമ്പറുകൾ താഴെ ഉണ്ടായിരുന്നല്ലോ. ആമേൻ. വിളിച്ചാട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണാം. ആമേൻ.